യുഡിഎഫിന്റെ രണ്ടാം ഘട്ട സീറ്റ് ചർച്ച ഇന്ന് ക്ലിഫ് ഹൌസിൽ നടക്കും. ആർഎസ്പി ഒഴികെയുള്ള ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ പാർട്ടികളും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 18 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി വിഭാഗം. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഘടകകക്ഷികളെല്ലാം വലിയ അതൃപ്തിയിൽ തന്നെയാണ് സീറ്റിന്റെ കാര്യത്തിൽ. ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ചർച്ചകൾ എങ്ങനെയാകും? ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, അതിൽ തീരുമാനമുണ്ടാകാനുള്ള സാഹചര്യങ്ങളും. സൗമ്യ, UDF ഘടകകക്ഷി നേതാക്കളുമായിട്ടാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. യോഗം ആരംഭിച്ചിട്ടില്ല. നേതാക്കളൊക്കെ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇന്ന് പ്രധാനമായും സീറ്റ് ചർച്ചയാണ് വിഷയം. അതിനു മുമ്പ് ആയി തന്നെ ഇന്ന് ഒഴിവന്ന രാജ്യസഭാ സീറ്റിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ നൽകുന്ന പ്രക്രിയയാണ്. അത് രാവിലെ UDF യോഗം ചേർന്ന് അത് അംഗീകരിച്ച് അവരെ നോമിനേഷൻ നൽകുന്നതിന് വേണ്ടി അയക്കും. അത് എല്ലാവരും ഒരുമിച്ച് UDF കക്ഷി നേതാക്കളെല്ലാം ഒരുമിച്ചാണ് ഇന്ന് നോമിനേഷൻ നൽകാനായി പോകുന്നത്. കോൺഗ്രസ് നിന്ന് AK ആന്റണിയും അതുപോലെ തന്നെ UDFിലെ ഘടകകക്ഷിയായ JDUവിന് നൽകിയ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് നോമിനേഷൻ നൽകാനായി ഇന്ന് നിയമസഭയിലേക്ക് പോകുന്നത്. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് RSPയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലുള്ള ചർച്ചകളാണ് ഇനി കൂടുതലായി നടക്കേണ്ടത്. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുതൽ സീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ചില ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വിശദമായ ചർച്ചയും ഉച്ചയ്ക്ക് ശേഷവും ഇക്കാര്യത്തിലാണ് പ്രധാനമായും ചർച്ച നടത്തുന്നത്. രാവിലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചേർന്ന ശേഷം പിന്നീടാണ് ഘടകകക്ഷികളുമായിട്ട് സീറ്റ് ചർച്ച നടക്കുക. സൗമ്യ. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. UDFിന്റെ രണ്ടാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് നടക്കുകയാണ്. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിൽ 3 മണിക്കാണ് യോഗം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. രാജ്യസഭാ സീറ്റിലേക്കുള്ള LDF UDF സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. LDFിന് വേണ്ടി CPIMലെ അഡ്വക്കേറ്റ് K സോമനാഥ് പത്രിക സമർപ്പിക്കും. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ് സോമപ്രസാദ്. UDFിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി AK ആന്റണിയും ജനതാദളിൽ നിന്ന് വീരേന്ദ്രകുമാറും പത്രിക സമർപ്പിക്കും. നിയമസഭാ സെക്രട്ടറി PD ശാന്തരൻ മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകുക. LDF സ്ഥാനാർത്ഥി ഉച്ചയ്ക്ക് 2-നും UDF സ്ഥാനാർത്ഥികൾ രാവിലെ 10-നുമാണ് പത്രികകൾ സമർപ്പിക്കുന്നത്. ഈ മാസം 21-നാണ് തെരഞ്ഞെടുപ്പ്. മലപ്പുറം വണ്ടൂരിൽ UDFിലെ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. 8 പഞ്ചായത്തുകളുടെ നിയോജക മണ്ഡലത്തിൽ 5 എണ്ണത്തിലും നിലവിൽ UDF സംവിധാനം ഇല്ല. സമവായ ശ്രമങ്ങളോട് മുസ്ലിം ലീഗ് സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കത്തിന്റെ കേന്ദ്രമാണ് വണ്ടൂർ നിയോജക മണ്ഡലം. 8 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ 5 എണ്ണത്തിലും ഇരു പാർട്ടികളും ചേരിതിരിഞ്ഞു നിൽക്കുന്നു. വണ്ടൂർ, മമ്പാട്, തുവ്വൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് പേരിനെങ്കിലും UDF സംവിധാനമുള്ളത്. ഇരു പാർട്ടികളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിച്ചതോടെ പകുതി പഞ്ചായത്തുകളും UDFിന് നഷ്ടമായിരുന്നു. കരുവാരക്കുണ്ടിൽ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയും ചോക്കാട് ലീഗ് വിരുദ്ധ മുന്നണിയും പഞ്ചായത്ത് ഭരിക്കുന്നു. രമ്യതയിലെത്താതിരുന്നാൽ മണ്ഡലം നഷ്ടമാവുമെന്ന് ഉറപ്പായതോടെയാണ് നേതൃത്വം ഇടപെടുന്നത്. സമവായ ശ്രമങ്ങളോട് മുസ്ലിം ലീഗ് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് E മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. അത് യോജിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എല്ലാ അർത്ഥത്തിലും മുഴുവൻ കോൺഗ്രസ്സുകാരെയും രംഗത്തിറക്കും. തിരിച്ച് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലും ലീഗിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നീക്കം ഉണ്ടാവും. സംവരണ മണ്ഡലം കൂടിയായ വണ്ടൂർ മലപ്പുറത്തെ ആകെയുള്ള 4 കോൺഗ്രസ് മണ്ഡലങ്ങളിലൊന്നാണ്. AP അനിൽകുമാർ ജയിച്ച മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. കാലുവാരലും തമ്മിൽ തല്ലും തുടർന്നാൽ മലപ്പുറത്ത് മേൽവിലാസം നഷ്ടപ്പെടുമെന്ന ഭയം കോൺഗ്രസിനുണ്ട്. മുസ്ലിം ലീഗ് വഴങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ UDF വീണ്ടും സംശയിക്കുന്നവരുടെ മുന്നണിയായി മാറും. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. സോളാറും ബാറും അടക്കമുള്ള UDF സർക്കാരിന്റെ അഴിമതി പ്രധാന പ്രചാരണ വിഷയമായി ഉയർന്ന് മന്ത്രി MK മുനീറിന്റെ കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലം. സ്വന്തം പാളയത്തിലെ പടയും അടിയൊഴുക്കുകളും പ്രതിരോധിക്കാൻ മന്ത്രി MK മുനീർ വികസന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടുന്നതായി മേഘമാധവൻ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി MLAയ്ക്കൊപ്പം മന്ത്രിയുടെയും സാന്നിധ്യമുണ്ട്.
ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ MK മുനീർ കോഴിക്കോടിന്റെ ഒരേയൊരു മന്ത്രിയാണ്. തന്റെ പ്രവർത്തന കാലയളവിൽ മന്ത്രി എന്ന നിലയ്ക്കും MLA എന്ന നിലയ്ക്കും നടത്തിയ വികസന പ്രവർത്തനങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് അതേ മണ്ഡലത്തിൽ ഡോക്ടർ MK മുനീർ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ആശ്വാസകിരണം, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നേഹപൂർവ്വം പദ്ധതി, ജനസഭകൾ വിളിച്ച് ഓരോ സ്ഥലത്തും ആവശ്യമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കും. എന്നാൽ കോഴിക്കോട് സൗത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തെക്കേപ്പുറം മേഖലയിൽ എല്ലാ തരത്തിലും മന്ത്രി MK മുനീർ വലിയ പരാജയമാണെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. മന്ത്രിയുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ചാലപ്പുറം റോഡിന്റെ ദയനീയ അവസ്ഥ, ഒപ്പം തന്നെ കുറ്റിച്ചെറിയുടെ വികസനം കോൺക്രീറ്റ് തൂണിലും വൈറ്റ് വാഷിലും മാത്രം ഒതുക്കിയെന്നതും വോട്ടർമാരുടെ പരാതിക്ക് ഇടയാക്കുന്നുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനം നടത്തുകയാണ്. അതിന് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്, അത് ആര് ഭരണാനുമതി കിട്ടിയോ, ഇതൊന്നും പരിശോധിക്കുന്നില്ല. 2007 പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ 4 ഇടപാടുകളിൽ അന്നത്തെ സർക്കാർ മുനീറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതടക്കം കേസുകൾ. ഈ പ്രതിച്ഛായയെല്ലാം മങ്ങൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും വികസനങ്ങളുടെ പട്ടിക നിരത്തിയാവും വീണ്ടും ഈ മണ്ഡലത്തിൽ മുനീർ അംഗം കുറിക്കുക. ഒരിക്കൽ ഒപ്പം നിന്ന മണ്ഡലത്തിൽ വീണ്ടും ഒരു അംഗത്തിന് കൂടി തയ്യാറെടുക്കുമ്പോൾ മണ്ഡലം കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് മന്ത്രി കൂടിയായ MK മുനീർ. എന്നാൽ വിജിലൻസ് കേസ് ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ലീഗിൽ എന്നും വ്യത്യസ്തനായി നിന്ന CHന്റെ മകനെ വീണ്ടും മണ്ഡലം തുണയ്ക്കുമോ? കാത്തിരുന്ന് കാണാം. കുണ്ടറയുടെ മുഖഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതിയാണ് കുണ്ടറ ടെക്നോ പാർക്ക്. ആയിരങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്ന പദ്ധതി. എന്നാൽ 800 കോടിയുടെ പദ്ധതി പ്രതിപക്ഷ MLAയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് ഉദാഹരണമായി നവീകരണം ലക്ഷ്യം കാണാതെ കിടക്കുന്നുവെന്ന് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. മണ്ഡലത്തിലെയും ജില്ലയിലെ ആകെയുമുള്ള യുവതി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് VS സർക്കാരിന്റെ കാലത്ത് ടെക്നോ പാർക്ക് 1000 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 800 കോടി രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടങ്ങളിൽ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 5 വർഷം കുണ്ടറ ടെക്നോ പാർക്കിനെ മറന്നു. ഈ ടെക്നോ പാർക്ക് എന്ന ആധുനിക വ്യവസായത്തെ കൊല്ലം ജില്ലയിലേക്ക് കൊണ്ടുവന്നത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം, താങ്കൾ പറഞ്ഞതുപോലെ ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ള ഈ സ്ഥാപനത്തെ 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ഗവൺമെൻറ് തയ്യാറായില്ല. വ്യവസായ വകുപ്പ് മന്ത്രി ഇങ്ങനൊരു സമയം എടുക്കാനുള്ള കാരണം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ബോധപൂർവ്വം അദ്ദേഹം ചെയ്യുന്നതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ടെക്നോ പാർക്ക് സാധ്യമാകുന്ന നിലയിലേക്ക് ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 15,000 പേർക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. ആ 15,000 പേര് ഇവിടെ വന്ന് തൊഴിലെടുത്തിരുന്നെങ്കിൽ ഈ പ്രദേശത്തിന് കുണ്ടറയ്ക്കും മുക്കടയ്ക്കും ഈ അടുത്ത സമീപ പഞ്ചായത്തുകൾക്കുണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് നമ്മൾ കണ്ടു നോക്കണം. ഇത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം ആളുകൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും തൊഴിൽ കിട്ടത്തക്ക രൂപത്തിലേക്കും ഈ സ്ഥാപനം മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. 15,000 പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട ടെക്നോ പാർക്കിൽ ഇന്ന് വെറും 86 പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത്. 10 വർഷം മുമ്പ് വലിയ വികസന സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയതാണ് കുണ്ടറ ടെക്നോ പാർക്ക്. കഴിഞ്ഞ 5 വർഷം പോയതറിഞ്ഞില്ല. ഇപ്പോഴും വെറും 86 പേർ മാത്രമാണ് ഇവിടെ പണിയെടുക്കുന്നത്. 10,000 പേർക്ക് ജോലി നൽകേണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ ദുർഗതിയാണ് നമ്മൾ ഈ കാണുന്നത്. ജൈവ കൃഷിക്കും ഖരമാലിന്യ സംസ്കരണത്തിനും വേറിട്ട് മാതൃകയായി ഹരിത കുണ്ടറ പദ്ധതി. MA ബേബിയുടെ മണ്ഡലത്തിലെ ഹരിത കുണ്ടറ പദ്ധതിയുടെ പ്രാധാന്യം ചെറുതൊന്നുമല്ല. മാടത്തെ മാടത്തെ പാടാമോ, പാടത്തെ പാട്ടൊന്നു പാടാമോ, ഞാറു നടുന്നേരം കുഞ്ഞേടത്തിമാർ പാടുന്ന പാട്ടൊന്നു പാടാമോ. ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടുന്നത് കൊണ്ടേ അതിന് കൃഷിക്ക് അതിനൊരു ഫലം ഉണ്ടാവുമോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ കൈകളെല്ലാം എന്നെ ഇങ്ങോട്ട് നോക്കി ആശ്ലേഷിക്കാൻ വരുന്നു എന്നാ. ഞാൻ അവരെ ആശ്ലേഷിക്കാറുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ ആകെ കൊടുത്തു എന്ന് പറയുന്നത് ചീര മാത്രമാണ്. അത് 1,600 രൂപയുടെ ചീര ഇന്ന് രാവിലെ 9 മണി വരെ വിറ്റിട്ടുണ്ട്. കൃഷിക്കാവശ്യം വിത്തും സ്ഥലവും ജൈവവളവും വെള്ളവും പരിചരണവും മാത്രമല്ല സംഗീതവും ആവശ്യമാണെന്ന് ഹരിതകുണ്ടറ പദ്ധതിയുടെ ഭാഗമായ കർഷകർ കാട്ടിത്തരുന്നു. MLA MA ബേബിയുടെ ലക്ഷ്യം 2 ആയിരുന്നു. 1, മണ്ഡലത്തിൽ എവിടെയും മാലിന്യങ്ങൾ കുന്നുകൂടരുത്. അത് വീഥികളിലായാലും വീടിന്റെ പരിസരത്തായാലും. ഇത് നേരിടാൻ
മണ്ഡലമാകെ പൈപ്പ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. ഇവയിലൂടെ ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പദ്ധതി ഇന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. പൊതുവേ ഒരു ശുചീകരണവും മറ്റുള്ള കൃഷിയിൽ ആൾക്കാർക്കൊരു താല്പര്യവും എല്ലാം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനും പല സെമിനാറുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ കുണ്ടറ മണ്ഡലത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് തരിശായി കിടക്കുന്ന ഭൂമികൾ മുഴുവനും തെരഞ്ഞുപിടിച്ച് വീട്ടമ്മമാർ ഇറങ്ങുന്നു. ഹരിത കുണ്ട്ര എന്ന പദ്ധതിയുടെ പ്രത്യേകത കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. കുണ്ട്രയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പഞ്ഞോടിനൊപ്പം രാജ്കുമാർ. യമുന നദിക്കരയിൽ ആർട്ട് ഓഫ് ലിവിംഗ് വേദി നിർമ്മാണത്തിന് ഹരിത ട്രിബ്യൂണൽ പച്ചക്കൊടി കാണിച്ചതോടെ സ്ഥലത്തെ കർഷകരുടെ ദുരിതം പൂർണ്ണമായി. സമ്മേളന ശേഷം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് ജൈവ വൈവിധ്യ പാർക്ക് തുടങ്ങാനും സർക്കാർ നടപടി തുടങ്ങി. കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള നദീതീരം നിരപ്പാക്കിയുള്ള നിർമ്മാണം ദേശീയ ഹരിത ട്രിബ്യൂണൽ തടഞ്ഞില്ലെന്ന ആരോപണം ശക്തമാവുകയാണ്. കോളിഫ്ലവറും റാഡിഷും ഉള്ളിയും മറ്റും കൃഷിയിറക്കിയ ഭൂമിയിലാണ് മണ്ണിട്ട് നിരത്തി ആർട്ട് ഓഫ് ലിവിംഗ് വേദി നിർമ്മാണത്തിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. കർഷകരെ പൂർണ്ണമായും കുടിയൊഴിപ്പിച്ചു. കൃഷി മാത്രം ഉപജീവന മാർഗമാക്കിയ കർഷകരുടെ അന്നത്തിനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കൃഷിയിടങ്ങൾ. സമാനമായ ഇതേ രീതിയിലുള്ള കൃഷിയിടങ്ങളാണ് ഈ സ്ഥലത്തും ഉണ്ടായിരുന്നത്. എന്നാൽ ടൺ കണക്കിന് മണ്ണടിച്ച് ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാമിനായി ഇവിടെ മണ്ണടിച്ചുകൂട്ടി തരിശു നിലമാക്കി മാറ്റി. എന്നാൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന യാതൊരു കാര്യവും ചെയ്തില്ലെന്നാണ് ശ്രീ രവിശങ്കർ പറയുന്നത്. എക്കൽ മണ്ണിനാൽ വിളനിലമായിരുന്ന ഇടം തരിശിടമാക്കിയെന്ന് സ്ഥലത്തെത്തുന്ന ആർക്കും ബോധ്യമാകും. പരിസ്ഥിതിക്ക് ആഘാതം തട്ടുന്ന മട്ടിൽ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്നാണ് ശ്രീ രവിശങ്കർ പറയുന്നത്. ജലസമൃദ്ധമായിരുന്ന രാജ്യതലസ്ഥാനത്തെ ഈ കൃഷിയിടത്തിന് മുകളിലാണ് ടൺ കണക്കിന് മണ്ണടിച്ച് ഈ വേദി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഈ മണ്ണിന്റെ അടിത്തട്ടിലെ ജലാംശം കാണുമ്പോൾ തന്നെ ഇത് കൃഷിക്ക് എത്രമാത്രം അനുയോജ്യമായിരുന്ന സ്ഥലമായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. നശിപ്പിക്കപ്പെട്ട കൃഷിസ്ഥലം പുനർജീവിപ്പിക്കാൻ 200 കോടി വേണമെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടും 5 കോടി മാത്രമാണ് ട്രൈബ്യൂണൽ പിഴയിട്ടത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ് കർഷക കുടുംബങ്ങൾ. जिससे खेत को नुकसान होने के कारण उन्हें अब बेरोजगार हो गए और वो भूखे मर रहे हैं, भूख हड़ताल भी कर रहे हैं. इससे हमें क्या फायदा होगा? പരമ്പരാഗത കൃഷിയിടം ജൈവ വൈവിധ്യ പാർക്കായി മാറ്റാൻ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന താൽപര്യമറിയിച്ചു. ആവാസ വ്യവസ്ഥകളെ തകരാറിലാക്കിയുള്ള വേദി നിർമ്മാണ ശേഷം ജൈവ വൈവിധ്യ പാർക്കിന് കളമൊരുങ്ങുന്നതോടെ കർഷകർക്ക് കൃഷിയിടം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്നാരോപിച്ച് ഇടത് പാർട്ടി നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടർമാരെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന മമതാ ബാനർജിയുടെ വിവാദ അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രസേന ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് മമത ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. മുർഷിദാബാദിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 പേർ തൃണമൂൽ പ്രവർത്തകരാണെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് വ്യാപകമായി ബോംബ് നിർമ്മാണം നടത്തുന്നതെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച സൗജന്യ അരി വിതരണം തട്ടിപ്പ്. സൗജന്യമായി അരി വിതരണം ചെയ്താൽ ലഭിക്കുന്നത് അനർഹർക്ക്. പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് 16 ലക്ഷം കുടുംബങ്ങൾ. പദ്ധതിയിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തി ജനങ്ങളെ കബളിപ്പിച്ച് സർക്കാർ. സൗജന്യമായി അരി വിതരണം ചെയ്താൽ തങ്ങൾക്കുള്ള പണം ആര് നൽകുമെന്ന് വ്യാപാരികൾ ചോദിക്കുന്നു. 36 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് 20 ലക്ഷം കുടുംബങ്ങൾക്കായി പരിമിതപ്പെടുത്തി. 4 വർഷം മുമ്പ് സർക്കാരും ഭക്ഷ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും BPL ആയി അംഗീകരിച്ച 16 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. പകരം 17 വർഷം മുമ്പ് തയ്യാറാക്കിയ ദാരിദ്ര്യരേഖാ ലിസ്റ്റ് പ്രകാരമാണ് വിതരണം ചെയ്യുക. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങളിൽ BPL റേഷൻ കാർഡുള്ള 6 ലക്ഷവും അനർഹരാണെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആരോപണം. അർഹതയുള്ള 14 ലക്ഷം കുടുംബങ്ങളാകട്ടെ BPL കാർഡിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയുമാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് വിവിധ ജില്ലകളിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കും ഈ പദ്ധതി അന്യമാകും. ഇതിനിടയിലാണ് BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം. ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ. സൗജന്യ അരി റേഷൻ വ്യാപാരികൾ പണം മുടക്കി വാങ്ങി കാർഡ് ഉടമകൾക്ക് സൗജന്യമായി കൊടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് ഇത്രയധികം വൻതുക കിട്ടാനുള്ളപ്പോൾ ഈ അരിക്കുള്ള പണം റേഷൻ വ്യാപാരികൾ മുടക്കാൻ തയ്യാറല്ല. ഈ അരിയുടെ പൈസ എപ്പോൾ ആര് തരും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. 2012 കാലാവധി കഴിഞ്ഞ റേഷൻ കാർഡ് വിതരണം, മാനദണ്ഡം നിശ്ചയിക്കൽ, മുൻഗണനാ പട്ടിക തയ്യാറാക്കൽ എന്നിവ പൂർത്തീകരിക്കാനും സർക്കാരിനായിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ള സർക്കാർ തട്ടിപ്പിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
പോലീസ് ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കി. കൊല്ലം കിളികൊല്ലൂർ സ്വദേശിനി അനിതയാണ് ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. കുത്തുകേസിൽ ഉൾപ്പെട്ട മകനെ കാട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് അർദ്ധരാത്രി വീട്ടിൽ വന്ന് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് മകളുടെ ആത്മഹത്യയിൽ കലാശിച്ചതെന്ന് പിതാവ് ആരോപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രി 12 മണിക്ക് ശേഷം വീട്ടിലെത്തിയ ഇരവിപുരം CI ഉൾപ്പെടുന്ന പോലീസ് സംഘം അനിതയോട് കുത്തുകേസിൽ പ്രതിയായ മകനെ കാട്ടിത്തരണമെന്നും അതിന് കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും മൊബൈൽ ഫോണും വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് തന്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് അതിക്രമത്തിന് സാക്ഷിയായിരുന്ന അനിതയുടെ പിതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വീട്ടിൽ വന്ന് ഭീകരാന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ച് ഞങ്ങളെ സുഖമില്ലാത്ത രണ്ടുപേര് ഉള്ള വീട്ടിൽ വന്ന് രാത്രി പെണ്ണിനെ മോളെ കൊണ്ടുപോകാനായിട്ട് അവർ ഒരുങ്ങി. അത് ഞങ്ങൾ പറഞ്ഞ ദുഃഖത്തിൽ ഞങ്ങളെ 3 പേരെയും കൊണ്ടുപോകണം. അങ്ങനെ അവർ പിന്തിരിഞ്ഞ് പിന്നാണ് ബൈക്കും ഇതും എടുത്തുകൊണ്ട് പോയത്. ഇത് ഭീകരാന്തരീക്ഷം മാതിരിയാണ് പോലീസ് ഞങ്ങളോട് പെരുമാറിയത്. ഞങ്ങൾക്ക് ഭയന്ന് അങ്ങനെയാണ് നമ്മുടെ കുട്ടി ഈ ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം. ശ്രമിച്ച് അത് ഇല്ലാതായത് ഞങ്ങൾക്കല്ലേ, പോലീസിനല്ലല്ലോ. പോലീസ് ഇത്രയും ക്രൂരത ഞങ്ങളുടെ അടുത്ത് കാണിക്കരുതെന്ന്. ഈ നീതി കിട്ടണം. ഇത് ഞങ്ങൾക്ക് നീതി കിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യാനും വയസ്സ് ചെയ്യുന്നവർക്ക് പോലും വീട്ടിൽ ജീവിക്കാൻ വയ്യാത്ത രീതിയിലാണ് പോലീസ് പെരുമാറിയത്. പോലീസ് മാനസികമായി പീഡിപ്പിച്ചതിന്റെ പിറ്റേന്ന് ശിവരാത്രി ദിവസം രാത്രിയാണ് അനിത ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ അനിൽ പറഞ്ഞു. അതേസമയം മരണപ്പെട്ട അനിതയുടെ മകൻ കുത്തുകേസിൽ പ്രതിയാണെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യയുടെ ഗതിനിർണയ പരമ്പരയിലെ 6ാമത്തെ ഉപഗ്രഹം IRNSS-1 ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് വിക്ഷേപണം നടക്കുക. PSLV 34ാമത്തെ ദൗത്യമാണ് ഇത്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനായി ഇതിനകം 5 ഗതിനിർണയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും മതേതര ആശയത്തിന്റെ ഭാഗമാണെന്നും ഇവർ ഒരുമിച്ച് നിന്നാൽ അസഹിഷ്ണുതയുടെ വക്താക്കൾ അധികാരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്നും പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ KS ഭഗവാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ ജനത ഒന്നിച്ചതുപോലെ വർഗീയ ഫാസിസത്തെ ചെറുക്കാൻ മതേതര വിശ്വാസികൾ അണിനിരക്കണമെന്നും ഡോക്ടർ KS ഭഗവാൻ അഭ്യർത്ഥിച്ചു. കാസർഗോഡ് EMS ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൗരസ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ 1977 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത ശക്തിയായി പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. സമാനമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. അന്ന് അമിതാധികാര വാഴ്ചയുടെ ഭാഗമായി അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അസഹിഷ്ണുത ഉയർത്തി ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുകയാണെന്ന് KS ಭಗವಾನ್ ಚೂಂಟಿಕಾಟಿ. ಶ್ರೀಮತಿ ಗಾಂಧಿಯವರು ಆಗಿನ ಪ್ರಧಾನಮಂತ್ರಿಗಳು ಇದ್ದಕ್ಕಿದ್ದಂತೆ ದೇಶದ ಮೇಲೆ ತುರ್ತು ಪರಿಸ್ಥಿತಿಯನ್ನು ಹೇರಿದರು. ಸುಮಾರು 2 ವರ್ಷಗಳ ಕಾಲ ದೇಶದಲ್ಲಿ ಏನು ನಡೀತದೆ ಅಂತ ಯಾರಿಗೂ ಗೊತ್ತಾಗಲಿಲ್ಲ. ಪತ್ರಿಕಾ ಸ್ವಾತಂತ್ರ್ಯ ಇರಲಿಲ್ಲ, ಯಾರು ಏನು ಸರ್ಕಾರದ ಬಗ್ಗೆ ಚರ್ಚೆ ಮಾಡೋಂಗಿರಲಿಲ್ಲ. ಒಂದು ರೀತಿ ಕತ್ತಲೆಯಲ್ಲಿ ದೇಶ ಇತ್ತು. 2 ವರ್ಷಗಳ ಚುನಾವಣೆಗಳು ಬಂದು ಜನ ತಮ್ಮ ബുദ്ധിವಂತಿಕೆಯನ್ನು ತೋರಿಸಿದರು. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജയപ്രകാശ് നാരായണൻ ജനങ്ങളെ ഒന്നിപ്പിച്ചു. സമാന നിലയിൽ മതേതര വിശ്വാസികളായ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിക്കണം. കേന്ദ്രഭരണം നടത്തുന്നവർക്ക് 31% ജനങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. 69% ജനങ്ങൾ മതേതര പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ്. ഇവർ ഒന്നിച്ചു നിന്നാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളായ അസഹിഷ്ണുതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിനും അറുതി വരുത്താനാകുമെന്ന് KS ഭഗവാൻ പറഞ്ഞു. With the support of 31%. So, the remaining 69% are outside the government fold or the political party fold, who are bigger in majority. Is it 31 or 69? It is the 69%. If all of you come together and join together and vote for a political party, you will form the government. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയാശംസ നേർന്നുകൊണ്ടാണ് KS ഭഗവാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. KS ഭഗവാന്റെ പ്രസംഗം കേൾക്കാൻ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസംഗമം എന്ന പേരിൽ EMS ഗ്രന്ഥാലയം സംഘടിപ്പിച്ച പരിപാടിയിലാണ് KS ഭഗവാൻ പ്രഭാഷണം നടത്തിയത്. KN കുഞ്ഞഹമ്മദ്, KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, മുഹമ്മദ് അരീഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കൊച്ചി വല്ലാർപാടം ടെർമിനലിലെ തൊഴിലാളികൾ പണിമുടക്കുന്നു. സേവന വേതന കരാർ പരിഷ്കരിക്കുക, വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടെർമിനലിലെ 1500ഓളം വരുന്ന ട്രെയിലർ ലോറി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിച്ചത്. പണിമുടക്ക് തുടർന്നാൽ വല്ലാർപാടം ടെർമിനലിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിക്കും. അർദ്ധരാത്രി മുതലാണ് കൊച്ചി വല്ലാർപാടം ടെർമിനലിലെ തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിച്ചത്. 1500ഓളം വരുന്ന ടെർമിനലിലെ കണ്ടെയ്നർ ട്രെയിലർ ലോറി തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, ഫെയർ വേജസ് നടപ്പാക്കുക, വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ 6 മാസത്തിനകം വാഹനങ്ങൾക്ക് പാർക്കിംഗ് യാർഡ് നിർമ്മിച്ചു നൽകുമെന്ന് തുറമുഖ അധികൃതർ ഉറപ്പു നൽകിയിട്ട് 3 വർഷം പിന്നിടുന്നു. കൂടാതെ വാഹനങ്ങളിലെ തൊഴിലാളികൾക്ക് സർക്കാർ അംഗീകരിച്ച ഫെയർ വേജസ് നടപ്പാക്കുന്നതിന് ട്രക്കുടമകളുടെ സംഘടനകളും വിസമ്മതിക്കുകയാണ്. ഈ ആവശ്യങ്ങൾ ഉയർത്തി അഡീഷണൽ ലേബർ കമ്മീഷണർ മുരളീധരൻ നായരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ബുധനാഴ്ച വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് നടത്താൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. പണിമുടക്ക് തുടർന്നാൽ വല്ലാർപാടം വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും സ്തംഭിക്കും. തുറമുഖ അധികൃതരും DP വേൾഡും ട്രക്കുടമകളും പിടിവാശി ഉപേക്ഷിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത CITU അടക്കമുള്ള 10 യൂണിയനുകൾ അടങ്ങുന്ന ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താരങ്ങൾ, ഗായകർ, സംവിധായകർ, നിർമ്മാതാക്കൾ തുടങ്ങി മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ അംഗങ്ങളായ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് സന്നദ്ധ സേവന രംഗത്ത് ചൂടുറപ്പിക്കുന്നു. കുഞ്ചാക്കോ ബോബനാണ് ചെയർമാൻ. ക്രിക്കറ്റിന് പുറമെ C3 എന്ന പേരിൽ മ്യൂസിക് ബാൻഡും രൂപീകരിച്ചു. വിജയ് യേശുദാസാണ് സെക്രട്ടറി. കാസർഗോഡ് അമ്പലത്തറ കേന്ദ്രമാക്കി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന സ്നേഹവീട് എന്ന സംഘടന 4.5 ലക്ഷം രൂപയുടെ ചെക്ക് മാറി. സ്പോർട്സ് വാർത്തകൾ. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പാരീസ് സെന്റ് ജർമനും ബെൻഫിക്കയും ക്വാർട്ടറിൽ കടന്നു. ചെൽസി 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. റാബിയോട്ടും ഇബ്രാഹിമോവിച്ചും പാരീസിനായി സ്കോർ ചെയ്തപ്പോൾ കോസ്റ്റയുടെ വകയായിരുന്നു ചെൽസിയുടെ ആശ്വാസ ഗോൾ. അതേസമയം ഇരുപാദങ്ങളിലുമായി 3-1 സെനറ്റിനെ പരാജയപ്പെടുത്തിയാണ് ബെൻഫിക്ക ക്വാർട്ടറിൽ എത്തിയത്. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവന് 21,480 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. Mastiff Locks exchange rate brought to you by Mastiff Locks from the House of Brass World. ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയ വിശ്വാസം. Mastiff Locks and Security Systems. ഡോളർ 67.49, ബഹ്റിൻ ദിനാർ 179, കുവൈറ്റ് ദിനാർ 224.49, ഒമാനി റിയാൽ 175.29, സൗദി റിയാൽ 17.99, UAE ദിർഹം 18.37, ഖത്തർ റിയാൽ 18.53, യൂറോ 74. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VKC Pride പ്രധാന വാർത്തകൾ brought to you by VKC Pride. എപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC Pride. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC Pride. UDFന്റെ 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. UDF യോഗം ക്ലിഫ് ഹൌസിൽ 18 സീറ്റ് എന്ന നിലപാടിൽ ഉറച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം. LDF യോഗവും ഇന്ന് തിരുവനന്തപുരത്ത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി LDF UDF സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും.